അതായത് ഇവിടെ വരുന്നവരൊക്കെ ഷിഫ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും മാറാനും എന്ത് അസുഖത്തിന് ഇവിടുന്ന് അവിടെ ദുആ ചെയ്ത് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങാൻ പറയില്ലേ. സംസം വെള്ളം, നൈൽ നദിയിലെ വെള്ളം തുടങ്ങിയ ബർക്കത്തുള്ള വെള്ളങ്ങളുടെ പേര് പറഞ്ഞ് ഈ വെള്ളം അതിനൊക്കെ ഒക്കും എന്ന് ഉസ്താദ് പറയുകയുണ്ടായി. സംസം വെള്ളത്തിന് ഒക്കണ വെള്ളാണ്. അള്ളാഹുവിന്റെ നിയമത്തോട് കടപിടിക്കുന്ന വർത്താനാണിത്. ഇതാണ് ശരിക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വ്യക്തമായൊരു പണിയാണിത്. ആ വെള്ളം എടുത്ത് കൊടിമരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുടിച്ചാൽ മരണമൊഴികെ ബാക്കി എല്ലാത്തിനുള്ള ഷിഫയാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബത്തു സൗദ, പിന്നെ കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞ വാചകമാണത്. നബി പറഞ്ഞത് കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കുള്ള ഷിഫയാണ്. എന്തൊഴികെ? മരണമൊഴികെ. ആ അതീതത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ വെള്ളത്തിനും കൊടിക്കും ചെയ്യുന്നത്. പേരോട് മുസ്ലിയാരെ പോലുള്ള ആളുകൾ തൃപ്പനച്ചിയിലെ കൊടിമരം, ആ കൊടിമരത്തിൻ്റെ ചുറ്റിയുള്ള തവാഫ്, അതേപോലെ തന്നെ ഈ കിണർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ശക്തമായി പരസ്യമായി എതിർക്കുന്നു. തൃപ്പനച്ചിയിലെ ഒരു കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് ഇതിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പറയാറുണ്ട് എപ്പോഴും. അതായത് ഇവിടെ വരുന്നവരൊക്കെ ഷിഫ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും മാറാനും എന്ത് അസുഖത്തിന് ഇവിടുന്ന് അവിടെ ദുആ ചെയ്ത് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങാൻ പറയില്ലേ. പറയാറാണ്. ഓക്കെ. മൊസലായി കണ്ടല്ലോ. ഇതൊരു കിണർ, ആ കിണറിലെ വെള്ളം അത് പിന്നെ മുക്കിക്കൊടുത്ത് അവർക്ക് പിന്നെ പുണ്യം കരസ്ഥമാക്കാനും അവർ രോഗം ശാന്തിയാകാനും ഒക്കെയുള്ള എന്നും സമസ്ത എന്ന് പറയുന്നത് എന്നും ചൂഷണത്തിൻ്റെ ഒരു സംഘം ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് പരസ്പരം രണ്ട് സംസ്ഥകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപിക്കുന്നുണ്ട്. ഇതെന്താണ് എന്ന് സത്യത്തിൽ നമ്മൾ പൊതു ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഉണർത്താനുള്ള ഒരു പ്രധാന കാര്യം എന്നത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ മറവിലാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിലാണ് പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ സങ്കടം ഉളവാക്കുന്നൊരു കാര്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ചൂഷണ വഴികളെയും ചുരണ്ടിക്കളഞ്ഞ് എന്ത് വൃത്തിയാണോ വരുത്തേണ്ടത് അത് വരുത്തിയൊരു മതമാണ് ഇസ്ലാം. അപ്പോൾ ആ മതത്തിൻ്റെ പേരിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അപകടം തന്നെയാണ് സമൂഹം അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ആഗ്രഹിക്കേണ്ടത്, വേറെ ഒരാളുടെ പൊരുത്തം ആഗ്രഹിക്കേണ്ട. പ്രവാചകന്മാരുടെ പൊരുത്തം പോലും ആഗ്രഹിക്കാൻ എന്തില്ല, ഇസ്ലാമിൽ നിർദ്ദേശമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാന സുബുലസ്സലാം. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് അവൻ നയിക്കും. വയുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ ബിഇദ്നി. അതുപോലെ തന്നെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരും എന്നാണ്. വയഹ്ദീഹിം ഇലാ സിറാത്തി മുസ്തഖീം. നേർമാർഗത്തിലേക്ക്, വളവില്ലാത്ത വക്രതയില്ലാത്ത മാർഗത്തിലേക്ക് അവരെ നടത്തും എന്നാണ്. ഈ നിലപാടിന് എതിരാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. പൗരോഹിത്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചൂഷണങ്ങളെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ അതിന് പല വഴികളും അവർ കണ്ടെത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത് തൃപ്പനച്ചി ജാറം, സമസ്തക്കിടയിൽ തർക്കം നിലനിൽക്കുന്ന ഒരു ജാറമാണ്. EK വിഭാഗത്തിൻ്റെ അധീനത്തിലുള്ള ജാറമാണ്. APക്കാർക്ക് അതിനോട് വൈമനസ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ ഒരു കലഹം അവർക്കിടയിലുണ്ട്. ഇപ്പോൾ പേരോട് മുസ്ലിയാരെ പോലുള്ള ആളുകൾ തൃപ്പനച്ചിയിലെ കൊടിമരം, ആ കൊടിമരത്തിൻ്റെ ചുറ്റിയുള്ള തവാഫ്, അതേപോലെ തന്നെ ഈ കിണർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ശക്തമായി പരസ്യമായി എതിർക്കുന്നു. മറ്റ് പല ജാറങ്ങളിലും സമാനമായ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ ഈ തൃപ്പനച്ചി ജാറത്തോടുള്ള ഒരു വെറുപ്പാണ്. എന്നാൽ അത് CA മക്കാമിനോടില്ല, അല്ലെങ്കിൽ അമ്പുറ മക്കാമിനോടില്ല, അല്ലെങ്കിൽ പിന്നെ വേങ്ങര കോയപ്പാപ്പാന മക്കാമോ പുത്തമ്പള്ളി ജാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടാത്ത ജാറങ്ങളോട് ഇങ്ങനെയുള്ള വെറുപ്പൊക്കെ എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും. അത് ശക്തമായൊരു അടിപിടി അവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇപ്പോൾ ഈ തൃപ്പനച്ചി ജാറത്ത് 2 കൊടിമരങ്ങളുണ്ട്. ഒന്ന് റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ കൊടിമരം, ഒന്ന് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കൊടിമരം. ഈ കൊടിമരത്തിൽ പാറിക്കളിക്കുന്ന പതാക, ആ പതാകയിൽ ഇന്നും പാറിക്കൊണ്ടിരിക്കുന്നത് ഷിയായിസമാണ്. മനസ്സിലായുണ്ടോ? ഷിയാക്കൾ അപ്രമാദിത്വം കൽപ്പിച്ചിട്ടുള്ള
പിന്നെ അവരെ വിശ്വാസം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഈ 5 ആളുകളെ പറ്റി ഷിയാക്കൾ പടച്ചുണ്ടാക്കിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസപ്രകാരമുള്ള കൊടിയാണ് അവിടെ പാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പിന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഈ കിണറിൻ്റെ പശ്ചാത്തലം എന്താണ്? അത് മുസ്ലിയാക്കന്മാർ വിശദീകരിക്കുന്നുണ്ട്. അഥവാ പിന്നെ കുറേ ആളുകൾ തൃപ്പനച്ചി ഇവരെ വലിയനെങ്ങനെ കാണാൻ വരുത്തരെ, ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ വരും. അങ്ങനെ ആളുകൾ വന്ന് തിരക്ക് കൂടി. അപ്പോൾ ഓരോരുത്തരെ കണ്ട് കാര്യങ്ങൾ വിസ്തരിക്കാനും പരിഹരിച്ചു കൊടുക്കാനൊന്നും മൂപ്പർക്ക് സാധിക്കണില്ല, അത്രത്തോളം തിരക്ക് അവിടെ വന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുളം കുത്തിയതാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, ബാഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖ് വഹി കൊടുത്തു എന്നാണ് പറയണത്. അത് സൂഫി വിശ്വാസമാണ്. എന്നിട്ടോ അതിലെ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കൊടിമരത്തിങ്കിൽ വെക്കണം, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കൊടിമരത്തിൽ വെക്കണം. എന്നിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ സൂറത്ത് യാസീൻ ഓതി പിന്നെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ നേടണം എന്നാണ് ഇതിൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനാണ് ഇവർ വില കൊടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്ര വേദനകൾ പ്രയാസങ്ങൾ വന്ന് പറഞ്ഞ സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകൾ വന്ന് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരക്കൊക്കെ പരിഗണിച്ചിട്ട് ഏതെങ്കിലും പിന്നെ കുഴിയോ അല്ലെങ്കിൽ വല്ല തടാകോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ഇതാ അവിടുത്തെ വെള്ളം എടുത്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നാണോ പറഞ്ഞത്? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രശ്നങ്ങൾക്കും ആവശ്യമായ പരിഹാരം പ്രാർത്ഥനകളായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ അല്ല ഇവർക്ക് വേണ്ടത്, അത് ശർഅാണ്. പ്രാർത്ഥനകൾ എന്നുള്ളത് ശർഅാണ്, അതല്ല ഇവർക്ക് വേണ്ടത്. ഇനി മാത്രവുമല്ല, ഇപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട കിണറാണ് ബിർ റൂമ കിണർ. എല്ലാവർക്കും ആ പശ്ചാത്തലം അറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി പിന്നെ സ്വഹാബത്തിന് മുസ്ലിങ്ങൾക്ക് കൊടുത്ത കിണറാണ്. ആ കിണർ ഇപ്പോൾ ഇവർ പറഞ്ഞ വിശ്വാസപ്രകാരമാണെങ്കിൽ ഏറ്റവും മഹത്വമുള്ള കിണറാണല്ലോ ഇപ്പോൾ അതാകേണ്ടത്. കാരണം സ്വഹാബത്ത് വാങ്ങിയത്, സ്വഹാബത്ത് ഉപയോഗിച്ചത്, ഉത്തമ തലമുറ ഉപയോഗിച്ച കിണറാണ്. അപ്പോൾ ആ കിണറ്റിലെ ഒരു കപ്പ് വെള്ളത്തിനോ ഒരു ബക്കറ്റ് വെള്ളത്തിനോ ഒരു തുള്ളി വെള്ളത്തിനോ ഈ നിലക്കൊരു പ്രാധാന്യമുണ്ടോ? ഇല്ല. ബിർ റൂമ എന്ന കിണറിനെ ആ രൂപത്തിൽ എന്തായിട്ടില്ല, മുസ്ലിങ്ങൾ അഹ്ലു സുന്ന സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് തോന്നുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ ദീനാക്കി മാറ്റുക എന്നതാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കിണർ ഈ പറയപ്പെട്ട ഈ സംഗതി ഉണ്ടാക്കുന്നൊക്കെ സമയത്ത് അവിടെ ചെളിയും മണ്ണും വെള്ളവും വേർതിരിക്കാൻ പറ്റാത്ത വിധം ചളി കലങ്ങിയ അവസ്ഥ ഉണ്ടായിരുന്നു. ആ ചെളിവെള്ളം കുപ്പിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നതാണ്. അത്രത്തോളം അന്ധവിശ്വാസം തലക്ക് പിടിച്ചിരുന്നു. അതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ. ഇനി ഇത് പിന്നെ തൃപ്പനച്ചി ഔലിയായി രാജകിളി തൃപ്പനച്ചി ഉസ്താദി എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ 185-ാമത്തെ പേജ് ഷിഫാ വെള്ളം എന്ന ഹെഡിങ് ഉണ്ട്. നോക്കുക, അതിൽ അപകടം നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ് കൊടിമരത്തിൻ്റെ അല്പം താഴെയായി ഒരു കുളം കുഴിച്ചു, അതിൽ വെള്ളം കണ്ടു എന്ന് പറയാണ്. സംസം വെള്ളം, നൈൽ നദിയിലെ വെള്ളം തുടങ്ങിയ ബർക്കത്തുള്ള വെള്ളങ്ങളുടെ പേര് പറഞ്ഞ് ഈ വെള്ളം അതിനൊക്കെ ഒക്കും എന്ന് ഉസ്താദ് പറയുകയുണ്ടായി. സംസം വെള്ളത്തിന് ഒക്കണ വെള്ളമാണ്. അള്ളാഹുവിൻ്റെ നിയമത്തോട് കടപിടിക്കുന്ന വർത്താനാണിത്. ഇതാണ് ശരിക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വ്യക്തമായൊരു പണിയാണിത്. കാരണം സംസം വെള്ളം ബർക്കത്തുള്ള വെള്ളമാക്കിയതാരാ? അള്ളാഹുവാണ്. അത് അള്ളാഹു ബർക്കത്ത് ഒരു കാരണം അവിടെ നിശ്ചയിച്ചാണ്. എന്നിട്ട് ആ വെള്ളത്തിനോട് തുല്യപ്പെടുത്തുക ഈ തൃപ്പനച്ചിയിലെ ഈ ചെളിവെള്ളത്തെ. ഒന്ന് ആലോചിക്കണം. ഇത് തീർന്നില്ല, പിന്നെ ഈ വെള്ളം ഷിഫ ഉള്ളതാണെന്ന് പറയുകയും ജനങ്ങളോട് ബർക്കത്തിനും രോഗശമനത്തിനും എടുത്തു കുടിക്കാൻ പറയുകയും ചെയ്തു. ഇതൊക്കെ ഇസ്ലാമിനെതിരാണ് ശരി. കാരണം ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് എന്ത് ബർക്കത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, നിങ്ങൾ മരുന്ന് അന്വേഷിക്കുക. ഇങ്ങനെ ഒരു കാരണം ഇസ്ലാം വെച്ചിട്ടില്ല. മാത്രവുമല്ല, പിന്നെ പറയാണ്, ഷിഫ വെള്ളത്തിനടുത്ത് ഒരു പള്ളിയും ഷിഫ പള്ളി ഉസ്താദ് സ്ഥാപിക്കുകയുണ്ടായി. ഈ വെള്ളം ഉറവെടുക്കുന്നത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കൊടിമരം.
മരണം ഒഴികെയുള്ള എല്ലാത്തിനും അതിൽ ശമനമുണ്ട് എന്നും ഒരിക്കൽ ഉസ്താദ് പറയുകയുണ്ടായി. അത് കുടിച്ചാൽ പിന്നെ മരണമില്ലാത്ത വേറൊന്നും സംഭവിക്കൂല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞതായ കാര്യങ്ങളോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ വ്യാജ കാര്യങ്ങളെ, ഈ ചൂഷണ മാർഗങ്ങളെ വെളുപ്പിക്കുക എന്ന അജണ്ടയാണ് എക്കാലത്തും സമസ്തക്കുള്ളത്. ഇന്നും അതാണ് തുടരുന്നത്. ഇപ്പോൾ അതാണ് ഇന്നും അവർക്കിടയിൽ അതിശക്തമായ സംഘട്ടനമാണ് ഈ വിഷയത്തിൽ. പരസ്പരം കലഹിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ട്? ഇത് വ്യാജമാണ്, ഇത് ഇസ്ലാം നിശ്ചയിച്ച രീതിയല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ സമൂഹത്തിൽ വിറ്റഴിക്കുന്ന ഇത്തരം ചൂഷണ വഴികളെ സമൂഹം കരുതിയിരിക്കണം. ഒരു ബറക്കത്തും ഒന്നുമില്ല, ഒരു മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ ഒരു വസ്തു എന്നല്ലാതെ ഒന്നും തന്നെ അതിനില്ല. പക്ഷേ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണ് എന്ന ഒരു ധാരണ പൈശാചികമായി ഉണ്ടാകും. അതിനെ സമൂഹം പേടിക്കട്ടെ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഷമീർ മുണ്ടേരി, ഇതിൽ ബർക്കത്തെടുക്കാനാണല്ലോ ശരിക്കും ഈ ബർക്കത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇസ്ലാമിലെ ശരിക്കുള്ള ബർക്കത്ത് നമ്മൾ വിശദീകരിക്കുകയാണെന്ന് നിങ്ങൾ ചോദിച്ചതുപോലെ ആളുകൾ അങ്ങോട്ട് പോകുന്നത് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വിശ്വാസിയുടെ തേട്ടാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള എല്ലാ മനുഷ്യന്മാരുടെയും തേട്ടാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹപ്പുറത്താണ് ഈ പറഞ്ഞ കൊടിമരത്തിൻ്റെയും കിണറിൻ്റെയും സമീപത്തേക്ക് ആളുകൾ പോകുന്നത്. മുസ്തലായോട് സൂചിപ്പിച്ച പിന്നെ ഇന്ന് ചിലപ്പോൾ ചെളിവെള്ളം ആവില്ല, ഞാൻ അത് എടുത്താണ്ട് വിമർശിക്കണ്ട. കാരണം അതിൻ്റെ തുടക്കത്തിലാണ് അത് തുടക്കത്തിലാണ് അത് നേരിട്ട് നമ്മളെ പല ആൾക്കാർ നേരിട്ട് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് മുസ്തല ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. ചില ചെറിയ മുസ്ലിം കുട്ടികൾക്ക് ഇപ്പം എന്താ പണി വെച്ചാൽ സന്തോഷമുള്ള കാര്യമാണ്, നന്നായി പ്രൂഫ് പോയിൻ്റ് കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പോയിൻ്റ് മാത്രം എടുത്തു വരണം സൂചിപ്പിച്ചത് മാത്രം. എന്തായാലും ആളുകൾ അങ്ങോട്ട് പോകണം എന്തിനാ? ബർക്കത്ത് ലഭിക്കാനാണ്. അപ്പോൾ ഇസ്ലാം ബർക്കത്തുണ്ട്, ബർക്കത്ത് ലഭിക്കുമെന്ന് പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയതിപ്പം മുസ്തലാഹി ആ പുസ്തകത്തിൻ്റെ പിന്നെ ധാരാളം പേജുകളാണ് ആ പുസ്തകത്തിൽ. ഒരു കണ്ടിട്ട് തന്നെ 100-500 പേജിൻ്റെ അടുത്ത് ആ പുസ്തകത്തിലുണ്ട്. എനിക്ക് സംശയമുണ്ട്, അള്ളാഹും റസൂലും പഠിപ്പിച്ച ബർക്കത്ത് ലഭിക്കുന്ന കുറേ കാര്യമുണ്ടല്ലോ, അതിലേതെങ്കിലും എണ്ണി പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, സാധ്യത വളരെ കുറവാണ്. അതിൽ ബർക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചതിനോട് സാമ്യപ്പെടുത്താണ് ചെയ്തത്. അപ്പോൾ സംസമിൻ്റെ കാര്യം പറഞ്ഞു, സംസമിനോട് സാമ്യപ്പെടുത്താണ് ചെയ്യുക, അല്ലാതെ സംസമിന് ബർക്കത്തുണ്ടെന്ന് പഠിപ്പിക്കാനല്ല പുസ്തകം എഴുതിയിരിക്കണത്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് അതിന് എതിര് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ കൗതുകം ഉണ്ടായൊരു കാര്യം, പിന്നെ ഇതൊക്കെ ബർക്കത്തുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞു, തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞു എന്നുള്ളതാണ് തെളിവ്. അപ്പോൾ ഇസ്ലാമിൽ ആര് പറഞ്ഞതാണ് തെളിവ്? സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യതാണ്. ദീനിലൊരു കാര്യം തെളിവാകണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതാകണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് തള്ളാം, ഒരു സംശയമില്ലാതെ ഏതൊരാൾക്കും തള്ളിക്കളയാം. കാരണം അള്ളാഹു റസൂൽ പറഞ്ഞതല്ല, തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞതാണ്. ഇപ്പോൾ കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു, അത് ദീനിൽ എന്തല്ല തെളിവല്ല. അത് സെലഫികളുടെ കൂട്ടത്തിലാൾ പറഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഖ് അൽബാനി പറഞ്ഞു എന്നുള്ളത് എന്താണ്? അൽബാനിയുടെ അഭിപ്രായമാണ്, അല്ലാതെ എന്തല്ല ദീനല്ല. ദീനാകണമെങ്കിൽ ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ കാര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ പിന്നെ ഔദാര്യത്തിൽ നിന്നും ബർക്കത്തുകൾ ചൊരിയും, നിഅമത്തുകൾ കൊടുക്കും. അതെല്ലാവർക്കും കിട്ടൂല, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് ലഭിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ആർക്കെങ്കിലും പിന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ, അഥവാ അള്ളാഹു ബർക്കത്ത് കൊടുക്കാൻ ഒരാൾക്ക് ബർക്കത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു, അതിനെ മറ്റൊരാൾക്കും പിടിച്ചു വെക്കാൻ സാധ്യമല്ല. അതേ റബ്ബ് ഒരാൾക്കത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു, വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വാങ്ങിക്കൊടുക്കാനും സാധ്യമല്ല എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഒന്ന് ബർക്കത്ത് ഉണ്ടെന്ന് മനസ്സിലായി. ബർക്കത്ത് ആർക്കാ ലഭിക്കുക? അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാർക്ക്. ഈസാ നബിൻ്റെ ഒരു വാചകം ഖുർആൻ പഠിപ്പിക്കുക, ജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിച്ച ആളാണ് എന്ന രീതിയിലെ പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബർക്കത്ത് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇവർ ചെയ്യുന്ന എന്താ? ഇവർ ശരിക്കും ഇസ്ലാം പഠിപ്പിക്കാത്ത പലതിനും ബർക്കത്ത് കൽപ്പിക്കുകയാണ്. ശരിക്കും ബർക്കത്ത് ലഭിക്കാനുള്ള വഴി എന്താ പറയുക? ഒന്ന്, തഖ്വയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. 1. 2, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. 3, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. നബിയുടെ ചര്യകളെ പിന്തുടരുന്ന ആളുകൾക്ക് ബർക്കത്ത് ഉണ്ടാവും.
ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നബിചര്യയിലില്ല. കാരണം ഒരു പ്രത്യേക സ്ഥലത്തിന് പുണ്യം കൽപ്പിക്കുക, ഒരു കൊടിമരത്തിന് പുണ്യം പറയുക, ഇതൊന്നും എന്തല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമല്ല. എന്നാൽ സമൂഹം പഠിക്കേണ്ടത്, ഇപ്പോൾ അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, അതിലെന്തുണ്ട്? ബറക്കത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരോട്, അഹ്ലു ബൈത്തിനോട്, അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ സലാം പറയുകയാണ് എങ്കിൽ അതിന് ബറക്കത്തുണ്ട്. നമ്മൾ പല ആൾക്കാരും മറന്നു പോകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, പ്രഭാത സമയത്തിൽ എന്തുണ്ട്? മുസ്ലിം ഉമ്മത്തിൽ പ്രഭാത സമയം ബറക്കത്താക്കപ്പെട്ട സമയമാണ്. നബി ദുആ ചെയ്ത കാര്യമാണ്. വേറെയും കുറേ പ്രാർത്ഥനകൾ ബറക്കത്ത് ലഭിക്കാൻ ദമ്പതികൾക്ക് വേണ്ടി, നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ, അത് ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പം നബി പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങൾ, ബറക്കത്തിനുള്ള സമയങ്ങളുണ്ട്. ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് സംസമിൽ ബർക്കത്തുണ്ട്. പ്രവാചക തിരുമേനി പറയുമ്പോൾ സംസം ലിമ ശുരിബ ലഹു, സംസം എന്ന് പറഞ്ഞാൽ എന്തിനാണോ ഒരാൾ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. പിന്നെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഈ സംസം കുടിച്ച് അതിൻ്റെ ഫലം കണ്ടെത്തിയ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം വായിക്കാൻ പറ്റും. ഖത്തീബുൽ ബാഗ്ദാദിയൊക്കെ അതിൽ വളരെ പ്രസിദ്ധനായ ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് വായിക്കാൻ പറ്റും. ആ സംസമിനോടാണ് എന്ത് ചെയ്യുന്നത്? ഈ കിണറ്റിലെ വെള്ളത്തെ ഉപമിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിരോധാഭാസമാണ്. അതേപോലെ തന്നെ കരിഞ്ജീരകം, ഇപ്പം നേരത്തെ വായിച്ചിൽ പറഞ്ഞല്ലോ, ഈ വെള്ളം കോരി ആ വെള്ളം എടുത്ത് കൊടിമരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുടിച്ചാൽ മരണമൊഴികെ ബാക്കി എല്ലാത്തിനുള്ള ഷിഫയാണെന്ന്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബത്തു സൗദ, പിന്നെ കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞ വാചകമാണത്. നബി പറഞ്ഞത് കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കുള്ള ഷിഫയാണ്. എന്തൊഴികെ? മരണമൊഴികെ. ആ അതീതത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ വെള്ളത്തിനും കൊടിക്കും ചെയ്യുന്നത് അവർ കൊടുക്കുന്നത്. അവരെ വകയിട്ടുണ്ടാക്കിയതല്ല, ഇതിൽ നിന്ന് കോപ്പി അടിച്ചാണ്. അതേപോലെ തന്നെ തേന്, അതിന് ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിലേക്കാണ് വിശ്വാസികൾ മടങ്ങേണ്ടത്. അതല്ലാതെ പ്രമാണമില്ലാത്ത ഒരു ദലീലുമില്ലാത്ത വഴികൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഓർമ്മപ്പെടുത്തി ഞാനിത് അവസാനിപ്പിക്കുക. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഇത് എല്ലാ വിശ്വാസികളും അടിസ്ഥാനപരമായി പഠിക്കേണ്ട കാര്യമാണ്. നബി പഠിപ്പിക്കാത്ത ഒന്ന് അത് ദീനിൽ പുതിയതാണ്, അത് ബിദ്അത്താണ്. അപ്പോൾ ഈ കൊടിയാകട്ടെ, മരമാകട്ടെ, പിന്നെ കുളമാകട്ടെ, അതൊന്നും ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പഠിപ്പിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ബറക്കത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിലൂടെ ബറക്കത്ത് നേടാനാണ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ദീൻ എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അത് കൃത്യമായി നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.